ഇവരൊക്കെ കൗൺസിലിൽ വരുന്നതിന് മുമ്പ് ഏതൊക്കെ കേസിൽ പ്രതിയായിരുന്നു, അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാണ് ജനിച്ചത്, ഇതത്രയും നമുക്ക് ഓർമ്മിച്ച് വെച്ചാൽ വേറൊന്നും ചെയ്യാൻ പറ്റും. ജോയ് മരണപ്പെട്ട സ്ഥലത്ത് മാറ്റി 8 ടിപ്പറിൽ ഞങ്ങൾ മാറ്റി. പക്ഷേ 156 ടിപ്പറിൽ പിന്നീട് മാറ്റിയത് മണലാണ്. സ്വാഭാവികമായിട്ടും ഒരു മേയറിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഭരണസമിതികൾ. അത് 101 കൗൺസിലർമാർക്ക് ആർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാൽ അക്കാര്യം മേയറുടെ ഉത്തരവാദിത്തം നിർവഹിക്കും. അതൊക്കെ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നു. ഈ വാർത്ത വരുന്ന ഞാനൊരു കാര്യം പറയാം. അതായത് അത് ആക്ഷേപം ഒന്ന് വായിച്ചില്ലെങ്കിൽ അയാൾ ലീവ് പറഞ്ഞു കാണില്ല. അത് ആക്ഷേപം എങ്ങനെ ആവും? വളരെ വമ്പൻ പ്രശ്നമാണ്. അത് ജനാധിപത്യത്തിൽ സത്യത്തിൽ ഞാൻ ആ രജിസ്റ്റർ എല്ലാ ദിവസവും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉദ്യോഗസ്ഥരാണ് നിരീക്ഷിക്കുന്നത്, നോക്കേണ്ടത്. ഇപ്പം ആരെങ്കിലും അവധി അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ എന്ന് വരുന്നവരില്ലേ? ഈ മഴ വീണ്ടും ശക്തമാവുകയാണ്. മഴയുടെ തുടക്കം തന്നെ വലിയ വെള്ളപ്പൊക്കമൊക്കെ ഒരു ദിവസം അതിനുശേഷം അതിനേക്കാൾ മഴയുണ്ടായി. അതിനേക്കാൾ മഴയുണ്ടായി. ആ ദിവസം എന്താണെന്നുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട ജലസേചന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അങ്ങനെ അരുണിന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഈ നിമിഷം വരെ നടന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇനി ഉണ്ടാകാൻ പോകുന്ന മഴയുടെ വലുപ്പം ഇല്ല, മുന്നൊരുക്കങ്ങൾ ഇന്നലെ ചേർന്ന് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. 7-8 ഇന്ന് ഏതോ പത്രം ഓരോ മാതൃഭൂമിയാണെന്ന് തോന്നുന്നു, മാതൃഭൂമി മനോരമ ഏതോ എല്ലാത്തിൻ്റെയും പേര് കൊടുത്തിട്ടുണ്ട്. ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും ഉടമസ്ഥയിൽ തോടുകളുണ്ട്. അവരൊക്കെ ഇന്നലെ ബഹുമാനപ്പെട്ട 3 മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ, കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിംഗ് വന്നിരുന്നു. വിശദമായി ചർച്ച ചെയ്തു. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ കോർപ്പറേഷൻ്റെ ഓർഡറുകളൊക്കെ തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം മറ്റുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരോരോ ഓർഡർ ഏറ്റെടുത്താൽ മതി. ഇന്നലെ അവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പം മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് 8 ലോഡ് മാലിന്യം ഞങ്ങൾ ആദ്യം മാറ്റി. അത് പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ യാമേഴഞ്ചാൻ തോടില തകരപ്പറമ്പിനും പഴവങ്ങാട് ഗണപതി ക്ഷേത്രത്തിന് ഇടയ്ക്കുണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ജോയ് മരണപ്പെട്ട സ്ഥലത്ത് മാറ്റി 8 ടിപ്പറിൽ ഞങ്ങൾ മാറ്റി. പക്ഷേ 156 ടിപ്പറിൽ പിന്നീട് മാറ്റിയത് മണലാണ്. 15 വർഷം കൊണ്ട് മാറ്റാതെ ആമേഴഞ്ചാൻ തോടിലും പാർവതപുത്രാൻ്റെ പല ഭാഗത്തും അടിഞ്ഞു കൂടിയ മണലാണ് മാറ്റിയത്. ഈ മണൽ കോർപ്പറേഷൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായ മാലിന്യമല്ല. ഈ മണൽ അടിഞ്ഞുകൂടി കിടന്നുകൊണ്ട് എന്താണ്, 2-3 മീറ്റർ വെള്ളം ഒഴുകേണ്ട ആ ബെഡിൻ്റെ ഹൈറ്റ് കൂടി. അപ്പോൾ ഈ 1/2 മീറ്ററിൽ മാത്രം വെള്ളം ഒഴുകുന്നൊരവസ്ഥ വന്നു. 3 മീറ്റർ ആഴത്തിൽ വെള്ളം ഒഴുകേണ്ടത് 1/2 മീറ്ററിൽ ഒഴുകിയപ്പോഴാണ് ഓവർഫ്ലോ ഉണ്ടായത്. ഞങ്ങൾ മണൽ കൂടുതൽ മാറ്റി. അപ്പോൾ മണൽ മാറ്റേണ്ടത് ആരാണ്, അതിനെക്കുറിച്ച് ചർച്ച നടന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഈ ചർച്ച, ഈ ടീം തുടരാമെന്ന് പറഞ്ഞു. അപ്പോൾ തുടർന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരിപ്പോൾ ഇൻലാൻഡ് നാവിഗേഷൻ നന്നായിട്ട് നടത്തുന്നുണ്ട്. ഇൻലാൻഡ് നാവിഗേഷൻ അവരുടെ കരയിൽ പാർവതപുത്രനാറാണല്ലോ, ജീവിച്ചിരുന്നവരെയൊക്കെ തന്നെ കരയിൽ നിന്ന് മാറ്റി അവർക്ക് മതിയായ കോമ്പൻസേഷൻ കൊടുത്തു. ആ പ്രദേശമൊക്കെ തന്നെ അവരുടെ നിരീക്ഷണത്തിലാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ജോലി ചെയ്യുമ്പോഴേക്കും അത് പൂർത്തിയാകും. അതിനുള്ള നടപടിക്രമങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഞങ്ങളതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി നായ്ക്കളെ പാർപ്പിക്കാൻ വില്ലിങ്നെസ് പ്രകടിപ്പിക്കുന്നവരുടെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് അതിൻ്റെ സമയം. തിങ്കളാഴ്ച അത് ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് NGO സെലക്ട് ചെയ്യും. അതായത് അവർക്ക് അതിൽ ആ ചർച്ചയിൽ കുറച്ച് സമയത്ത് ഞാൻ പങ്കെടുത്തിരുന്നുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ രേഖകൾ നോക്കിയിട്ടൊന്നുകൂടെ പറയാം. ഞാൻ അന്ന് ചോദിച്ചു, മനസ്സിലാക്കിയത് അവർക്ക് സ്വന്തമായിട്ട് ഷെൽട്ടർ ഇല്ല. അവർക്ക് കോർപ്പറേഷൻ ഫണ്ട് ചെയ്ത് ഷെൽട്ടർ നിർമ്മിക്കണം. അപ്പോൾ ആ ഒരു നിയമതടസ്സം ഞങ്ങൾക്കുണ്ട്. വേറൊരു പ്രോപ്പർട്ടിയിൽ കോർപ്പറേഷന് ഫണ്ട് ചെയ്ത് ഷെൽട്ടർ നിർമ്മിക്കുന്നതിൻ്റേതായ നിയമതടസ്സമുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഷെൽട്ടർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ചർച്ച തുടരാമായിരുന്നു. ഞങ്ങൾ അവരോട്, എനിക്കൊന്ന് ഞാൻ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഷെൽട്ടർ നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള ചർച്ചകൾ തുടങ്ങാം. മറ്റൊരു ആളിൻ്റെ പ്രോപ്പർട്ടിയിൽ കോർപ്പറേഷൻ്റെ ഫണ്ട് മുടക്കി ഷെൽട്ടർ ചെയ്യാൻ വേണ്ടി നിയമപരമായിട്ട് ഞങ്ങൾക്ക് തടസ്സം വരും, ഓഡിറ്റ് പ്രത്യക്ഷം വരും. അതുകൊണ്ടാണ് അത് ചർച്ച. ഈ BJP-യുടെ കൗൺസിലർ ജയിലിലാണല്ലോ, അദ്ദേഹം ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കണം. എന്താണ് അതിൻ്റെ വസ്തുത? എത്ര യോഗങ്ങളെ അദ്ദേഹം പങ്കെടുക്കാതിരുന്നിട്ടുണ്ട്? ഇനി എത്ര പങ്കെടുത്തില്ലെങ്കിൽ ഇത്തരം നടപടിയിലേക്ക് പോകാൻ സാധിക്കും? അല്ല, അതൊക്കെ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ.
നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നു. ഈ വാർത്തകൾ വരുന്ന ഞാനൊരു കാര്യം പറയാം. ക്ലാരിറ്റിയോട് ചോദിക്കുക. അതായത് കഴിഞ്ഞ 2 യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്നാണ്. അടുത്ത യോഗം വരട്ടെ, നിങ്ങൾ നോക്കിക്കോളൂ. ഇതുവരെ ഇല്ല. ഇത് ഇപ്പോൾ റിമാൻഡിലായതിനു ശേഷം ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിനു മുൻപ് 2 യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നപ്പോൾ അങ്ങനെ രജിസ്റ്റർ നോക്കണം. ഇതിപ്പം 101 കൗൺസിലർമാർ എന്ന് അവധി പറഞ്ഞു, എന്ന് പങ്കെടുത്തെന്ന് എനിക്ക് എല്ലാ ദിവസവും തുടങ്ങിയിട്ട് 5 മാസമല്ലേ ഓർമ്മിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ. സത്യത്തിൽ ഞാൻ ആ രജിസ്റ്റർ എല്ലാ ദിവസവും നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഉദ്യോഗസ്ഥരാണ് നിരീക്ഷിക്കുന്നത്, നോക്കേണ്ടത്. ഇപ്പം ആരെങ്കിലും അവധി അറിയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ എന്ന് വരുന്നവരല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 5 ദിവസമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. മോസ്റ്റ് വെൽക്കം. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുന്നത് ഇന്ന് അസൗകര്യം അറിയിച്ചിട്ടുള്ളവർ ഇന്നാരൊക്കെ എന്നാണല്ലോ ആദ്യം വായിക്കുന്നത്. ആ ദിവസം ഒന്ന് വായിക്കും. ബാക്കി മിനിറ്റ്സ് രേഖപ്പെടുത്തി ഉദ്യോഗസ്ഥരാണ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യും, ലീവ് മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അറ്റൻഡൻസ് കൗൺസിലർമാർ മാർക്ക് ചെയ്യും, ലീവ് ഉദ്യോഗസ്ഥർ മാർക്ക് ചെയ്യും. ഓരോ ദിവസം ആര് വന്ന് ലീവ് പറഞ്ഞു എന്നൊക്കെ കഴിഞ്ഞ 2 തവണയും അങ്ങനെ വായിച്ചിട്ടില്ല. ഞാൻ അല്ല, അത് ആക്ഷേപം ഒന്ന് വായിച്ചില്ലെങ്കിൽ അയാൾ ലീവ് പറഞ്ഞു കാണില്ല. അത് ആക്ഷേപം എങ്ങനെയാവുന്നത്? അദ്ദേഹം ലീവ് പറഞ്ഞ ഞാൻ പറയാം മോനെ. ലീവ് എങ്ങനെയാണ്? ലീവ് ഒന്നുകിൽ രേഖാമൂലം, ഇവിടുത്തെ കീഴ്വഴക്കം രേഖാമൂലം ലെറ്റർ തരും, മെയിൽ ചെയ്യാം, മേയറെ നേരിട്ട് വിളിച്ച് പറയാം. ഇതാണ് ഇവിടെ നടക്കുന്ന കീഴ്വഴക്കം. ഈ കീഴ്വഴക്കം അനുസരിച്ച് ഈ 3 എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ലീവാണെന്ന് ഞങ്ങൾ കൗൺസിലിൽ പറയും. അങ്ങനെ പറഞ്ഞാണില്ല. അല്ല, അതപ്പോഴാർക്ക് നോക്കാന്നേ. വളരെ വമ്പൻ പ്രശ്നവും. അത് ജനാധിപത്യത്തിൽ അത് എല്ലാ ജനാധിപത്യത്തിൽ ഒരുപാട് സമരം നടത്തിയ ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ജനാധിപത്യത്തിൽ നടത്തുന്ന എല്ലാ ഇടപെടലിനെയും സ്വാഗതം ചെയ്യുന്നതാണ്. അത് ഇനി നടക്കാൻ പോകുന്നതും കഴിഞ്ഞത് നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ എല്ലാം ശക്തമായിട്ടുള്ള ഇടപെടൽ ജനാധിപത്യം, എങ്കിൽ മാത്രമേ ജനാധിപത്യം ചടുലമായിരിക്കും. ഞാൻ വാർത്ത ഒന്നും കണ്ടില്ല. വാർത്ത ഇങ്ങനെ പലതും പറഞ്ഞു. ഞാനിപ്പോൾ രാവിലെ വന്നിട്ട് സുരക്ഷാ പ്രശ്നം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വാർത്ത പലതും വരുന്നുണ്ട്. എല്ലാവരും 101 പേരും വളരെ നല്ല കൗൺസിലർമാരാണ്. ഇവിടെ വിജയിച്ചു വന്ന 101 കൗൺസിലർമാരും ഏറ്റവും ആപ്റ്റായിട്ട് കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന 101 പേരെയാണ് ജനങ്ങൾ ജയിപ്പിച്ചത്. 101 പേര് എല്ലാം ഏറ്റവും മിടുമിടുക്കരായ ജനപ്രതിനിധികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 101 പേര് എന്നുള്ളതാണ് മേയർ എന്നുള്ളതൊക്കെ എൻ്റെ അഭിപ്രായം. അവർ ഭംഗിയായിട്ട് അവരുടെ വാർഡുകൾ നോക്കുന്നുണ്ട്, വികസന കാര്യങ്ങൾ പൂർണ്ണ പിന്തുടരുന്നുണ്ട്. ഭരണപക്ഷ കൗൺസിലർമാർ ഭരണപക്ഷം എന്നുള്ളതിലേക്ക്, പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിപക്ഷം എന്നുള്ളതിലേക്ക് ശക്തമായിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നുണ്ട്. ചടുലമായിട്ട് ഭരണം മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധം സ്വാഭാവികമായിട്ടും ഒരു മേയറിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഭരണസമിതികൾ. അത് 101 കൗൺസിലർമാർക്ക് ആർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാൽ മേയർ അക്കാര്യം മേയറുടെ ഉത്തരവാദിത്തം നിർവഹിക്കും. അല്ല, 101 കൗൺസിലർമാരിൽ ആർക്ക് അത്തരത്തിലൊരു സിറ്റുവേഷൻ വന്നാലും മേയർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അത് നമ്മൾ നിർവഹിക്കും. ഞാനിപ്പോൾ 101 കൗൺസിലർമാരെ വീട്ടിൽ പോകുന്നുണ്ടല്ലോ, 100 പേരുടെ പോയി തുടങ്ങിയല്ലോ. എല്ലാവരുടെയും 4-5 പേരുടെ വീട്ടിൽ പോയി. പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് 100 പേരുടെയും ഇപ്പോൾ ഹാർബർ വാർഡിൽ പോയിരുന്നു, അഫ്സയുടെ വാർഡിൽ പോയിരുന്നു, സുധീഷിൻ്റെ വാർഡിൽ പൗണ്ടോടോ സ്വതന്ത്ര കൗൺസിലറുടെ വീട്ടിൽ പോയിരുന്നു. അങ്ങനെ 101 പേർ. അപ്പോൾ അവരുടെ വ്യക്തിപരമായും മേയർ എന്നുള്ള നിലയ്ക്ക് ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ ഇടപെടുന്നു. അങ്ങനെ ഇടപെടണ്ടേ? വേണ്ടേ? ശരി. ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട് അവിടെ. വേറെ എന്തെങ്കിലും ഇവിടെ എന്താ ചോദിച്ചില്ല കുട്ടി? ആ കുട്ടി ഞാനൊരു കാര്യം പറയാം. ഈ എല്ലാ കൗൺസിലർമാരുടെയും അവർ കൗൺസിലർ ആയതിനു ശേഷം കൗൺസിൽ ഇടപെടുന്നത് കൗൺസിലർ എന്നുള്ള നിലക്കുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈ മത്സരിച്ച 100 വാർഡിൽ ഒരുപാട് പേര് മത്സരിച്ചിട്ടുണ്ട്, 101 പേര് ജയിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കൗൺസിലിൽ വരുന്നതിന് മുമ്പ് ഏതൊക്കെ കേസിൽ പ്രതിയായിരുന്നു, അവരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാണ് ജനിച്ചത്, ഇതത്രയും നമുക്ക് ഓർമ്മിച്ച് വെച്ചാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല.
രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞാൽ ജയിച്ച് കോർപ്പറേഷനിൽ വന്നതിന് ശേഷം അവരുടെ നാട്ടിലുള്ള വാർഡിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കൂടുതലും മേയർ ശ്രദ്ധിക്കുന്നത്. ഓരോരുത്തരും അതിന് മുൻപ് എന്ത് പ്രവർത്തിച്ചു, അതിന് ശേഷം അല്ല അതിന് അവരുടെ പശ്ചാത്തലം അത് നമുക്ക് അതിന് അങ്ങനെ ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും 2 തവണ ഒരു വിഷയത്തിൽ തന്നെ ഒരേ ദിവസം 2 തവണ ഞാൻ നിങ്ങളെ കണ്ടു. ഈ അഡീഷണൽ ആയിട്ടുള്ള പുതിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ നേരത്തെ മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞു. അത് പറയാനുള്ളത് 2 തവണയായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് പിന്നെ നിങ്ങൾ ഞാൻ ഒന്നും പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് ചോദിക്കും. ബാക്കി കാര്യങ്ങൾ നിയമപരമായിട്ട് വേണം. ബാക്കി നമുക്ക് നോക്കാം. ഇനിയും കിടക്കേണ്ട 4.5 വർഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഓക്കെ, നമസ്തേ. സുരക്ഷാ പ്രശ്നമൊന്നും കാര്യമായിട്ട് നോക്കണേ.